ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നവീകരിച്ച കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരകർഷകർക്ക് കാലിത്തീറ്റ, പാൽ സബ്സിഡികളും വിതരണം ചെയ്തു. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാൾ നവീകരിച്ചത്. ഇതോടൊപ്പം ക്ഷീരകർഷകർക്കുള്ള കാലിത്തീറ്റ സബ്സിഡി വിതരണവും പാലിനുള്ള സബ്സിഡി വിതരണവും നടത്തി. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ചെയ്യുന്ന ഇപ്പം കേരള ഫീഡ്സിന്റെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ കൊണ്ടുവരുന്നത് പുറത്തുനിന്നാണ്. അവർ ഓൺലൈനിലൂടെ ആപ്ലിക്കേഷൻ കൊടുത്ത് അതിലാരെങ്കിലും കൊടുത്തുകൊണ്ട് ഈ സാധനം മുഴുവൻ കേരളത്തിലെത്തിക്കും. മിൽമ അങ്ങനെയാണ്, രണ്ട് കൂട്ടരും നഷ്ടമാണ് തീറ്റ അടിക്കുന്നതിനകത്ത്. മിൽമ കേരള ഫീഡ്സ് ആണെങ്കിൽ ഒരു 10 കോടിയാണ്, 100 കോടിയുടെ നഷ്ടമാണ്. 1 2 അല്ല, 100 കോടിയുടെ. എത്രയോ വർഷമായിട്ട് കേരള ഫീഡ്സ് കേരളത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ കന്നുകുട്ടി പരിപാലനമൊക്കെ വരുമ്പോൾ കുറച്ച് സ്കീം അവരുടെയൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും അവർ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ തീറ്റയ്ക്ക് എടുത്ത് നമ്മളിപ്പോൾ വില കൂട്ടണമെന്ന് പറഞ്ഞു വരും. കൂട്ടാൻ നമ്മൾ സമ്മതിക്കില്ല വില. പക്ഷേ വേനൽക്കാലത്ത് 100 രൂപ അവർ കുറച്ച് കൊടുത്തു. മിൽമ 100 150 രൂപ അവരും ഒരു ചാക്കിൻ്റെ പുറത്ത് വില കുറച്ച് കൊടുത്തു. അപ്പോൾ അത് നമുക്ക് എങ്ങനെയെങ്കിലും ഏത് വിധത്തിൽ അതുകൊണ്ട് ഇത്തവണ തീറ്റയ്ക്ക് സബ്സിഡി കൊടുക്കാന്ന് പറഞ്ഞൊരു പദ്ധതി ഞങ്ങൾ കൊണ്ടുവന്നതാണ്. പക്ഷേ CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A അനിരുദ്ധൻ, ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ശ്രീദേവി, ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് U ഉല്ലാസ്, ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമിനിമോൾ, തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ, തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V സദാശിവൻ, വസന്ത രമേശ്, ഷെർലി ശ്രീകുമാർ, T രാജീവ്, സുൽഫിയ ഷെറിൻ, ദീപ്തി രവീന്ദ്രൻ, സുരേഷ് താനുവേലി, S ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.